ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 13, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. നോളജ് കൂടുന്തോറും നമ്മുടെ ആത്മവിശ്വാസം എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോളജ്. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള മിത്രശക്തി എന്ന പേരിൽ സംയുക്ത സൈനിക അഭ്യാസം 2024 ഓഗസ്റ്റ് 12 ആരംഭിച്ചു. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് മിത്രശക്തി എന്ന പേരിലുള്ള എക്സസൈസ്. സാധാരണ ഉണ്ടാവുന്ന എക്സസൈസ് ആണ്. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള എക്സസൈസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നിരവധി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള എക്സസൈസ് ഉണ്ടാകാം. ഇത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്, മിത്രശക്തി എന്ന പേരിലുള്ള എക്സസൈസ്. ഈ പ്രാവശ്യം ഇത് ശ്രീലങ്കയിലെ മഡാരോ ഓയ എന്ന സ്ഥലത്തുള്ള ആർമി ട്രെയിനിങ് സെന്ററിൽ വെച്ചാണ് മിത്രശക്തി എന്ന പേരുള്ള എക്സസൈസ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഓഗസ്റ്റ് 25 വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സസൈസ് ആണ്. എല്ലാ വർഷവും നടത്താറുള്ള ഒരു എക്സസൈസ് ആണ് മിത്രശക്തി ഇന്ത്യ ശ്രീലങ്കയുടെ. കഴിഞ്ഞ വർഷം ഇത്, അതായത് 2023 നവംബറിൽ പൂനെയിൽ വെച്ചായിരുന്നു. അതായത് 9ാമത്തെ എഡിഷൻ. ഈ പ്രാവശ്യം 10ാമത്തെ എഡിഷനാണ്, ഓഗസ്റ്റ് 12 മുതൽ ഓഗസ്റ്റ് 25 വരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ NIRF 2024 മൊത്തത്തിലുള്ള വിഭാഗത്തിൽ ഏറ്റവും മികച്ച റാങ്ക് നേടിയ ഇന്ത്യയിലെ ഏത് സ്ഥാപനമാണ്? IIT മദ്രാസ്. ഓഗസ്റ്റ് 12 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്, അതിന്റെ സൂചിക പുറത്തിറക്കി. ഇത് പ്രകാരം എല്ലാ കാറ്റഗറിയിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് IIT മദ്രാസ്. IIT മദ്രാസ് ഏറ്റവും ടോപ്പ് ലെവൽ വന്നപ്പോൾ തൊട്ടുപുറകെ നിൽക്കുന്ന എല്ലാ കാറ്റഗറിയിലും പോയിന്റ് നേടിയിട്ടുള്ള സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു. 3ാം സ്ഥാനത്ത് IIT ബോംബെ, അതിനുശേഷം IIT ഡൽഹി, IIT കാൺപൂർ, IIT ഖടഗ്പൂർ, എയിംസ് ഡൽഹി, IIT റൂർക്കി, IIT ഗുവാഹട്ടി. 10ാം സ്ഥാനത്ത് JNU. അതേപോലെ ഏറ്റവും ടോപ്പ് ലെവലില് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് IISc ബാംഗ്ലൂർ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയും ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയാണ്. 5 കാറ്റഗറിയിലാണ് ഈ ഒരു സൂചിക തയ്യാറാക്കുന്നത്. അതായത് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് എന്ന ഒരു കാറ്റഗറി, കൂടാതെ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസസ് എന്നതും ഗ്രാജുവേഷൻ ഔട്ട്കംസ് എന്നതും ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, 5ാമത്തേത് പെർസെപ്ഷൻ എന്ന കാറ്റഗറിയിലുമായിട്ടുള്ള 5 കാറ്റഗറിയിലാണ് ഈ ഒരു സൂചിക തയ്യാറാക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 അനുസരിച്ച് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ റാങ്ക് എത്രയാണ്? 3ാം റാങ്ക്. NIRFന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂചിക പ്രകാരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഴിക്കോടിന് 3ാമത്തെ റാങ്കാണ്. ഓവറോൾ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് IIT മദ്രാസ്. ആ ഒരു കാറ്റഗറിയിൽ കേരള യൂണിവേഴ്സിറ്റിയാണ് 38ാമത്തെ റാങ്ക്, കുസാറ്റിന് 51ാമത്തെ റാങ്ക്, NIT കാലിക്കറ്റ് 54ാമത്തെ റാങ്കാണ്. യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ കേരള യൂണിവേഴ്സിറ്റി വീണ്ടും 21ാമത്തെ റാങ്കാണ്. അതേപോലെ സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ അതും കേരള യൂണിവേഴ്സിറ്റിയാണ്. 2ാം സ്ഥാനത്ത് കുസാറ്റ്. എഞ്ചിനീയറിംഗിലാണെങ്കിൽ കേരളത്തിലെ NIT കാലിക്കറ്റ് 25ാമത്തെ റാങ്കാണ് ഓൾ ഇന്ത്യ ലെവലിൽ. IIT പാലക്കാട് ആണെങ്കിൽ 64ാമത്തെ റാങ്ക്. കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 9ാമത്തെ റാങ്ക് നേടി. കുസാറ്റിന് 10ാമത്തെ റാങ്കും, MG യൂണിവേഴ്സിറ്റി 11ാമത്തെ റാങ്കും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ 43ാമത്തെ റാങ്കാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അടുത്തിടെ നിർമ്മിച്ച ഇന്ദ്രാണി പാലം ഏത് സംസ്ഥാനത്താണ്? സിക്കിം. 2023 ഒക്ടോബറിൽ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയിട്ടുള്ള ഒരു 300 അടി നീളത്തിലുള്ള ഒരു പാലമാണ് ഇന്ദ്രാണി പാലം. ഇത് സിക്കിം സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ, അതായത് ഒക്ടോബറിൽ നടന്നിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ ഈ പാലം തകർന്നു പോയി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ 764 എന്ന ബോർഡർ റോഡ്സ് ടാസ്ക് ഫോഴ്സ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ പാലം വീണ്ടും പുനർനിർമ്മിച്ചു. ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് സിക്കിമിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രേം സിംഗ് തമാങ് ആണ്. ടീസ്റ്റ നദിക്ക് കുറുകെയുള്ള ഒരു പാലമാണ് ഇന്ദ്രാണി പാലം. ഇതിന്റെ നീളമാണ് 300 അടി.
ആദ്യത്തെ ഗ്ലോബൽ വിമൻസ് കബഡി ലീഗിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഹരിയാന. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്താൻ പോകുന്ന ദ ഫസ്റ്റ് ഗ്ലോബൽ വുമൻസ് കബഡി ലീഗ് ഇത് നടത്താൻ പോകുന്നത് ഹരിയാനയാണ്. ഏതാണ്ട് 15ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഈവന്റ് ആയിരിക്കുമല്ലോ ആദ്യത്തെ ഗ്ലോബൽ വുമൻസ് കബഡി ലീഗ്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് മുൻ സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള കിരൺ റിജിജു ആണ്. അതായത് കബഡി അടുത്ത ഒളിമ്പിക്സിൽ, ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2036 ഒളിമ്പിക്സ് ഏത് രാജ്യത്തും തീരുമാനമായിട്ടില്ല. ഇന്ത്യ ആ ഒരു ഒളിമ്പിക്സിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കബഡി അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുമെന്നാണ് കിരൺ റിജിജു അറിയിച്ചിട്ടുള്ളത്. അടുത്ത ഒളിമ്പിക്സ് ആണെങ്കിൽ നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചലസ് ആണ് 2028. അതിനുശേഷം 2032 ആണെങ്കിൽ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ ആണ്. 36 ഇതുവരെയായിട്ടും കൺഫേം ആയിട്ടില്ല. ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് 36 ഒളിമ്പിക്സിന് വേണ്ടി. 99% വോട്ടുകളോടെ 4ാം തവണയും റുവാൻഡയുടെ പ്രസിഡന്റായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? പോൾ കഗാമെ. റുവാൻഡ എന്ന രാജ്യത്ത് 4ാമത്തെ പ്രാവശ്യം വീണ്ടും പോൾ കഗാമെ പ്രസിഡന്റ് ആവുകയാണ്. 4ാമത്തെ പ്രാവശ്യമാണ്. റുവാൻഡ എന്ന രാജ്യം പറയുമ്പോൾ ഇത് ഈസ്റ്റ് ആഫ്രിക്കയിലെ കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് കിഗാലി. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കിന്യാർവാണ്ട, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്വാലി എന്നിവയാണ്. റുവാൻഡ ഫ്രാങ്ക് ആണ് ഇവിടുത്തെ കറൻസി. ഇന്ത്യയിലെ ആദ്യത്തെ 24x7 ഗ്രെയിൻ ATM ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ATM, അതായത് ധാന്യത്തിന്റെ ATM ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. 24x7 എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ATM ആണ്, അതായത് ധാന്യങ്ങളുടെ ഒരു ATM ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ATM ആരംഭിക്കുന്നത്. ഇത് ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന സ്ഥലത്താണ്. 2024 77ാമത് ലോകാർണോ ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അവാർഡ് നേടിയ ബോളിവുഡ് നടന്റെ പേര് ഷാരൂഖ് ഖാൻ. 2024 ലോകാർണോ ഫിലിം ഫെസ്റ്റിവൽ, ഇത് 77ാമത്തെ ലോകാർണോ ഫിലിം ഫെസ്റ്റിവൽ ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത് സ്കോട്ട്ലാൻഡ് നടക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണ്. ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അവാർഡ് നേടിയിട്ടുള്ളത് ഷാരൂഖ് ഖാൻ ആണ്. ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ജേതാവ് അർഷാദ് നദീമിന് നൽകുന്ന ബഹുമതിയായി പാകിസ്ഥാന്റെ ഏറ്റവും ഉയർന്ന 2ാമത്തെ സിവിലിയൻ അവാർഡിന്റെ പേര് ഹിലാൽ ഇ ഇംതിയാസ്. ഹിലാൽ ഇ ഇംതിയാസ് എന്ന 2ാമത്തെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ് പാകിസ്ഥാന്റെ ഈ പ്രാവശ്യം ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള, ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള അർഷദ് നദീമിന് നൽകി ആദരിക്കുന്നത്. പാകിസ്ഥാന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ് ആണ് നിഷാൻ ഇ പാകിസ്ഥാൻ. 2ാമത്തേതാണ് ഹിലാൽ ഇ ഇംതിയാസ്. ഇന്നലെ ഓഗസ്റ്റ് 12 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, സമ്മർ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരാണ്? ഇതിന്റെ ഉത്തരം അമൻ ഷെറാവത്ത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സമ്മർ ഒളിമ്പിക്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ, അതായത് ഒളിമ്പിക് മെഡൽ നേടുന്ന താരമാണ് അമൻ ഷെറാവത്ത്. 21 വയസ്സാണ്. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിലാണ് അമൻ ഷെറാവത്തിന് ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യയും ഏത് രാജ്യം തമ്മിൽ മിത്രശക്തി എന്ന പേരിൽ സംയുക്ത സൈനികാഭ്യാസം 2024 ഓഗസ്റ്റ് 12 ആരംഭിച്ചു? ശ്രീലങ്ക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ 2024 മൊത്തത്തിലുള്ള വിഭാഗത്തിൽ ഏറ്റവും മികച്ച റാങ്ക് നേടിയ ഇന്ത്യയിലെ ഏത് സ്ഥാപനമാണ്? IIT മദ്രാസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 അനുസരിച്ച് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ റാങ്ക് എത്രയാണ്? 3ാം റാങ്ക്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അടുത്തിടെ നിർമ്മിച്ച ഇന്ദ്രാണി പാലം ഏത് സംസ്ഥാനത്താണ്? സിക്കിം. ആദ്യത്തെ ഗ്ലോബൽ വിമൻസ് കബഡി ലീഗിന് ആതിഥ്യം വഹിക്കുന്ന സംസ്ഥാനം ഹരിയാന. 99% വോട്ടുകളോടെ 4ാം തവണയും റുവാൻഡയുടെ പ്രസിഡന്റായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? പോൾ കഗാമെ. ഇന്ത്യയിലെ ആദ്യത്തെ 24x7 ഗ്രെയിൻ ATM ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഒഡീഷ. 2024 77ാമത് ലോകാർണോ ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ബോളിവുഡ് നടന്റെ പേര് ഷാരൂഖ് ഖാൻ. ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ജേതാവ്
അർഷാദ് നദീമിന് നൽകുന്ന ബഹുമതിയായി പാകിസ്ഥാന്റെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ അവാർഡിന്റെ പേരെന്താണ്? ഹിലാൽ ഇ ഇംതിയാസ്. ഇന്ന് ഓഗസ്റ്റ് 13. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. വിച്ച് കൺട്രി സെക്യൂർഡ് ദി ടോപ്പ് പൊസിഷൻ അറ്റ് ദി പാരീസ് ഒളിമ്പിക്സ് 2024? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം. 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും വർദ്ധിക്കണമെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുമോ. അത് ഏത് വിഷയമായിക്കോട്ടെ, പ്രാക്ടീസ് ആണ് നമുക്ക് എപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അതിനുവേണ്ടി സമയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യൂ ആൻഡ് ചേഞ്ച് യുവർ കോൺഫിഡൻസ്. ഓക്കെ, നമുക്ക് വീണ്ടും നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.